ജാർഖണ്ഡിലെ ഈസ്റ്റ് സിംഭൂം ജില്ലയിലെ ഗോബ്രാഡി എന്ന ഗ്രാമത്തിലാണ് റിപ്പോർട്ടർ ടിവി സംഘം ഉള്ളത്. ഗോത്ര ആചാരങ്ങൾക്കും ഒട്ടേറെ പരിമിതികൾക്കും നടുവിലാണ് ജാർഖണ്ഡിലെ ഗ്രാമവാസികളുടെ ജീവിതം. എല്ലാ വീടുകൾക്ക് മുന്നിലും ചാണകം മെഴുകിയ മുറ്റം കാണാം എന്നുള്ളതാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രത്യേകത. വളരെ ബുദ്ധിമുട്ടുകൾ ഇവർ പറയുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ടുകളുണ്ട്, പലതരം പ്രയാസങ്ങളുണ്ട്. സർക്കാർ ആ ആവശ്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണെന്നവർ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു. ये कि जाते टाइम रास्ता ठीक नहीं है, स्कूल सर अच्छा पढ़ाते नहीं है, सर टीचर की कमी है यहाँ, आना जाना लोगों का थोड़ा दिक्कत होता है. സ്കൂളുകളിൽ ടീച്ചർമാർ ആവശ്യത്തിനില്ല, റോഡ് നന്നല്ല എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആപ് कौन से क्लास में पढ़ते हैं? हम अभी तो ग्रेजुएशन कर रहे हैं. ग्रेजुएशन. हाँ. सड़क अच्छा है? सड़क अच्छा बहुत खराब है, मतलब आने जाने के लिए बहुत दिक्कत होता है. बारिश के टाइम में पूरा सड़क गड्ढा हुआ है, उस सब में आने जाने के लिए बहुत तकलीफ होता है. ഒരു ഈ ഗോത്രത്തിൽ തന്നെയുള്ളൊരു സ്ത്രീ കൂടിയുണ്ട് റിപ്പോർട്ടർ ടിവിക്കൊപ്പം. ये क्या है आपका मुश्किल क्या है? हमारे यहाँ पानी की कमी है, मतलब पानी यहाँ पे पास नहीं है, बहुत दूर जाना पड़ता है पानी लाने. कितने दूर जाना है? 1 किलोमीटर 1 जैसे. किलोमीटर सब दिन जानता है? हाँ हाँ, रोज वही लाते हैं 1 किलोमीटर दूर से. हाँ. आड़ी रास्ते में. हाँ, हाँ. धोने के लिए पीने के लिए पानी नहीं? हाँ नहीं है. കുടിക്കാനും കുളിക്കാനും ഒന്നും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. 1 കിലോമീറ്റർ ദൂരത്തിൽ പോയി വെള്ളം കൊണ്ടുവരുന്നത് നമ്മൾ പണ്ടൊക്കെ ചിത്രങ്ങളിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ആലോചനകളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ദുരവസ്ഥയാണ്. അതാണ് ഈ ജാർഖണ്ഡിലെ ഗ്രാമപ്രദേശങ്ങളിൽ കാണാനാകുന്നത്. വൃത്തിയുള്ളൊരു റോഡില്ല, സ്കൂളുകളിൽ ആവശ്യത്തിന് അധ്യാപകരില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ജാർഖണ്ഡിലെ ഗ്രാമവാസികളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്. നമുക്ക് എല്ലായിടത്തും ഏത് ഭാഗത്തേക്ക് നോക്കിയാലും കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുന്നതും കാർഷിക വൃത്തിയും കാണാനാകും. ഈ ഗോത്രത്തിലും ഏതാണ്ട് എല്ലാ ഭാഗത്തും കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗമായി അവർ കാണുന്നത്. ഒപ്പം കാലി വളർത്തലുമുണ്ട്. കാലികളെയും ആടുമാടുകളെയും വളർത്തി ഉപജീവനം നടത്തുന്നവരുമുണ്ട്. നമുക്ക് കാലി വളർത്താനായി ഇങ്ങനെ ഇറങ്ങിയ രണ്ടുപേരെ കണ്ടതാണ്. അങ്ങനെ അവരോട് ചോദിക്കാം. सरकार देखो जो कुछ करता है सब कुछ करता है, लेकिन पानी के लिए हम लोग का बहुत दिक्कत होता है. पानी का और ये सब रोड कहाँ कालबेट दरकार होता है, कहाँ नाला दरकार होता है, ये सब करने से ठीक है. पानी है मुश्किल, पानी सबसे ज़्यादा मुश्किल. हाँ, पोल रास्ता वगैरह बनाते हुए ताले ठीक हो गए. ഇവിടെ ഹിന്ദി മാത്രം സംസാരിക്കുന്നവരല്ല. ഹിന്ദിയാണ് ഔദ്യോഗിക ഭാഷ ജാർഖണ്ഡിൻ്റെ. പക്ഷേ ഈ വെസ്റ്റ് ബംഗാളുമായി ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ബംഗ്ലയാണ് കൂടുതൽ പേരും സംസാരിക്കുക. അവർക്ക് പലർക്കും ഹിന്ദി അറിയില്ല എന്നൊരു പരിമിതി കൂടിയുണ്ട്. ഇവർ പ്രധാനമായും കാലികളെ വളർത്തിയും ഒക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് പോയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നത് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗോത്രവിഭാഗങ്ങൾ മരിച്ചുപോയവരെ ഓർക്കുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ വരുമ്പോൾ എല്ലാ വീടിന് മുന്നിലും 1 or 2 കല്ലുകൾ ഇങ്ങനെ കാണാനാകും. കല്ലിൽ ചില
ഹിന്ദി അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നതും കാണാം. ഇതെന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ഈ കല്ലിൽ എഴുതിയിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും മരിച്ചുപോയവരുടെ പേര് വിവരങ്ങളാണ്. അങ്ങനെ എല്ലാ വീട്ടിലും ആരൊക്കെ മരിക്കുന്നോ അവരുടെ പേര് വിവരങ്ങൾ ഒരു കല്ലിൽ രേഖപ്പെടുത്തി അതിനെ ബഹുമാനിക്കുന്ന രീതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യൂ है पत्थर? ये हम लोग का भूमि जाति लोगों का पूर्वजों का निशान है जो हम लोग करते आ रहे हैं. कोई कोई हम लोग का कोई रिश्तेदार या के कोई डेथ कर जाता है तो उसका नाम से गाड़ा जाता है या उसका नाम से पत्थर गाड़ा जाता है और एक पत्थर लेटाया जाता है. ഈ ബഹുമാനിക്കാൻ വേണ്ടി അങ്ങനെ കല്ലെഴുതി വെക്കുന്ന രീതിയാണ് ഈ ഗ്രാമത്തിലുള്ളത്. ഈ ഗ്രാമത്തിൽ നിന്നല്ല, ഈ ഗോത്ര വിഭാഗത്തിലുള്ള പല ഗ്രാമങ്ങളിലും ഇങ്ങനെ ഒരു രീതി ഉണ്ട് എന്നറിയുന്നു. ജാർഖണ്ഡിലെ ഓരോ ഗ്രാമത്തിൻ്റെയും പൊതുസ്ഥിതിയാണിത്. വെള്ളവും വിദ്യാഭ്യാസവും തൊഴിലുമില്ലാത്ത അവസ്ഥ. അടുത്ത സർക്കാർ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയും ഇവർക്കൊരു പ്രതീക്ഷയുമില്ല. ജാർഖണ്ഡിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർപ്പടവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ റാഞ്ചി.